ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. വളരെ പെട്ടെന്ന് കൂടിപ്പോയാൽ 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് വെജിറ്റബിൾ മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതോടൊപ്പം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ നമ്മളിതോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 8 അല്ലി വെളുത്തുള്ളി നമ്മളിതോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, സോയാ സോസ് എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അവസാനമായി നമ്മളിവിടെ ബസ്മതി റൈസ് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ അളവനുസരിച്ച് നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈഡ് റൈസ് ആക്കാനായിട്ട് ഇതുപോലൊരു വലിയൊരു പാത്രം വെക്കാം. അതിലേക്ക് നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചൈനീസ് റെസിപ്പീസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ തീ കൂട്ടി വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ആ മിക്സ്ഡ് വെജിറ്റബിൾസ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് തീ നന്നായി കൂട്ടി വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഈ കളർ, അതായത് ഈ ക്യാരറ്റിൻ്റെയും ഈ ഗ്രീൻ പീസിൻ്റെയും ഒക്കെ കളർ നഷ്ടപ്പെട്ടു പോകും. അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ, അത് നമുക്ക് ഹാഫ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ റൈസും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കണം, നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചതിന് ശേഷമാണ്. കാരണം നമ്മൾ ഈ ചൈനീസ് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ മാക്സിമം കൂട്ടി വെച്ചേ ചെയ്യാവൂ. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ്, കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഏകദേശം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര്, ഞാനൊരു മീഡിയം സൈസ് നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴും നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഈസി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ കാണാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ കൂടിപ്പോയാൽ ഒരു 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ ചില്ലി ചിക്കനാണ്. നമ്മൾ ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.